തീർച്ചയായിട്ടും. പക്ഷേ ദൈവം സ്നേഹം മാത്രമല്ല, ദൈവം ജ്ഞാനവും കൂടിയാണ്. അതാണ് നമ്മൾ ഇനി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമുക്കതിലേക്ക് പോകാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒന്ന് ജ്വലിക്കാൻ വേണ്ടി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ ഇത് തുറന്നു തന്നാലേ സംഭവം മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി ഹൃദയം തുറന്ന് ഈ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പോൾ നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവ്. ഈ ഗാനം ആലപിക്കുമ്പോഴെല്ലാം എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ എന്നിൽ കത്തിപ്പടരണമേ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. വലിയ രഹസ്യമാണിത്. നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഗാനം ആലപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണേ എന്നുള്ള ആ ഒരു ദാഹത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഈ ജ്ഞാനം തന്നെ എന്താണെന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ. എന്താണ് ഈ ജ്ഞാനം? എന്തിനാണ് ഈ ജ്ഞാനം? ഇതൊക്കെ ഞാനിത് പറയല്ല, അതാണ് നമ്മളുടെ ഒരു മാനുഷികമായ ഒറിജിനൽ, സോറി ടു സേ, അജ്ഞത എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ തന്നെ ഒരു അജ്ഞതയുണ്ട്, നമ്മുടെ കുറ്റമില്ലാതെ. അത് നമ്മളിൽ ജന്മന ഉള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, അന്ധകാരത്തിൽ ഇരുന്ന ജനം പ്രകാശം കണ്ടു. അതിൻ്റെ ഒരു ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ നക്ഷത്രം. എന്താണ് ഈ നക്ഷത്രം? എല്ലാവരും ക്രിസ്മസ് ആകുമ്പോൾ നക്ഷത്രം തൂക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി, എന്തിനാ ഈ നക്ഷത്രം? ഈ നക്ഷത്രം എന്താണെന്ന് പലർക്കും അറിഞ്ഞൂടാ. നക്ഷത്രം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനം? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, വെളിപാട് നൽകുന്ന ജ്ഞാനം. ആ നക്ഷത്രം 3 രാജാക്കന്മാർക്ക്, വിജാതീയ രാജാക്കന്മാർക്ക് ജ്ഞാനം കൊടുത്തു. ആരെക്കുറിച്ചുള്ള ജ്ഞാനം കൊടുത്തു? യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊടുത്തു. അവർ ക്രിസ്ത്യാനികളല്ലായിരുന്നു, യഹൂദരുമല്ലായിരുന്നു, വിജാതീയർ. അത്തരത്തിലുള്ള യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് നമ്മൾ ഈ പറയണത് മുഴുവനും. യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം. അതാണ് പൗലോസ് അപ്പോസ്തലനെല്ലാം പറയുന്നത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വളരെ ശ്രേഷ്ഠമായതിനാൽ ഞാൻ ആ ജ്ഞാനത്തെ പ്രതി മറ്റുള്ളവയെല്ലാം എന്ന് പറഞ്ഞാൽ അയാൾ വലിയൊരു ജ്ഞാനിയായിരുന്നു. മറ്റെല്ലാ ജ്ഞാനവും ഞാൻ ബാക്കി പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി. ഉച്ഛിഷ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര നല്ല അർത്ഥമല്ല. പക്ഷെ എന്തർത്ഥത്തിലാണ് ഈ ഉച്ഛിഷ്ടം എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഉച്ഛിഷ്ടം എന്ന് പറയുന്നത് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഉച്ഛിഷ്ടം, ഇല്ലേ? ഉച്ഛിഷ്ടം അപ്പം തന്നെ ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി പെരിഷ്ഡ്. അത് അപ്പം തന്നെ നശിപ്പിക്കുകയാണ് നമ്മൾ. അത് നമ്മൾ പ്രിസർവ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ ഇല്ലേ? അത് നമ്മൾ പ്രിസർവ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി, ഇറ്റ് ഈസ് സോ ടെമ്പറൽ. അത് സോ ടെമ്പറൽ, അത്രയ്ക്ക് നൈമിഷികമായ ഒന്നാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമോ ഒരിക്കലും നശിച്ചു പോകാത്ത അനന്തമായ ഒരു നിധിയാണത്. എൻ്റെ മേലൊക്കെ കോരിത്തിരിക്കണം. എൻ്റെ കർത്താവായ, ആ പൗലോസിൻ്റെ ഭാഷ, എൻ്റെ കർത്താവ് എന്നാണ് ഇത് പറയാൻ തുടങ്ങിയത്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് ഏറ്റവും വിലമതിപ്പുള്ളതാകയാൽ മറ്റുള്ളവയെല്ലാം ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു. നമുക്ക് ദാഹിക്കാം.
എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, തുറന്നേറ്റ് പറഞ്ഞുകൊണ്ട് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല, എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നറിയാം, പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വെളിപാടുകളും എനിക്ക് കിട്ടും, ദൈവിക ജ്ഞാനം എന്നിൽ തുറക്കും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ജ്ഞാനം തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, ദൈവജനം ദൈവമകൾ
ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞു ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവെന്റെ ആത്മാവിലയിച്ചു ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ ഞങ്ങൾക്കായി പടരണമേ എന്നിൽ വാഴും ആത്മാവേ ഞങ്ങൾക്കായി പടരണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ വരദാനങ്ങൾ ചൊരിയണമേ വരദാനങ്ങൾ ചൊരിയണമേ വരദാനങ്ങൾ ചൊരിയണമേ വരദാനങ്ങൾ ചൊരിയണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
പരിശുദ്ധാത്മാവേ ജ്ഞാനം തുറക്കണമേ, ജ്ഞാനം തുറക്കണമേ. ലഭ്യ ലഭ 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 ശലബല ബല 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 ലഭ്യ ലഭ ലഭ്യ ലഭ ശലബല ബല 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 ലഭ 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 ശലബല ഹലബല. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവേ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മോട്